ഇന്ത്യൻ വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി പ്രകാരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി സ്ക്രാപ്പ് ചെയ്തിരുന്നു. അപ്പം സ്ക്രാപ്പ് വാല്യൂ കൂടാതെ ഞങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ കൂടാതെ നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 25% മോട്ടോർ വെഹിക്കിൾ ടാക്സ് കൺസെഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അപ് ടു 3% നമുക്ക് എക്സ് ഷോറൂം പ്രൈസിൽ നമുക്ക് റിഡക്ഷൻ കിട്ടും. ഇൻ കേസ് നമ്മൾ പുതിയൊരു വാഹനം മേടിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമുക്ക് വേറൊരാളുടെ പേരിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂവിന് പുറമെ നമുക്ക് ഒരു എമൗണ്ടും കൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഞങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്തത് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ VScrap.Parivahan.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്തു. അവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും കാർ ഓണേഴ്സ് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടേതും നമ്മുടെയും ഡീറ്റെയിൽസ്, അതായത് വണ്ടിയുടെ പല ആംഗിളിലുള്ള ഫോട്ടോസ്, RCയുടെ കോപ്പിയുടെ ഫോട്ടോസ്, ക്യാൻസൽഡ് ചെക്ക്, പിന്നെ നമ്മുടെ ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മെസ്സേജ് വരും. അതായത് നമ്മുടെ വണ്ടി ഏത് സ്ക്രാപ്പ് സെൻറ്ററിലാണോ കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ടൈമും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരും. ഞങ്ങൾക്ക് വന്നത് ചേർത്തലയിലുള്ള സിൽക്കിൻ്റെ ഫാക്ടറിയാണ്. നമ്മൾ അവിടെ വണ്ടി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ RC ഒറിജിനലും വേണം, വണ്ടിയുടെ കീയും വേണം. അത് നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പം അതിനുശേഷം അവർ വണ്ടി അസസ് ചെയ്തിട്ടാണ് നമുക്ക് എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഫിഗർ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യും. പക്ഷേ അതല്ല നമുക്ക് കിട്ടുക, ഇവർ അസസ് ചെയ്യുന്ന എമൗണ്ടാണ് നമുക്ക് കിട്ടുക. അപ്പം ഇത്രയും ചെറിയ പ്രൊസീജിയർ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ RC ക്യാൻസൽ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് സിമ്പിൾ പ്രൊസീജിയറാണ്. നിങ്ങൾ വണ്ടി സ്ക്രാപ്പ് ചെയ്യാനുള്ള ഇരിക്കുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു, ബൈ.